വിശദമായ റിപ്പോർട്ടിലേക്ക്. വർഗീയ പരാമർശത്തിൽ വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. കുറ്റം ബോധ്യപ്പെട്ടാൽ ജാഥ തീരുന്നവരെ കാത്തിരിക്കില്ലെന്നും പോലീസ് വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് VM സുധീരന്റെ പരാതിയിൽ ഇന്നലെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവം വളർത്തണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും SNDP സമത്വ മുന്നേറ്റ ജാഥ ക്യാപ്റ്റനായ പ്രതി ഇക്കഴിഞ്ഞ 29-ന് ആലുവയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കേസെടുത്തതായാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. FIR ആലുവ കോടതിയിൽ സമർപ്പിച്ചതോടെ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അടുത്ത ദിവസം പരാതിക്കാരനായ KPCC പ്രസിഡന്റ് VM സുധീരന്റെ മൊഴിയെടുക്കും. ഇതിനു പുറമെ പോലീസിൽ പരാതി നൽകിയ TN പ്രതാപൻ MLA, കളമശ്ശേരി സ്വദേശി ഗിരീഷ് കുമാർ എന്നിവരുടെയും മൊഴിയെടുക്കും. ഇതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസംഗത്തിന്റെ CD-യും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. പ്രസംഗത്തിലെ പരാമർശങ്ങൾ 153A പ്രകാരം ഉള്ള കുറ്റത്തിന് കാരണമായോ എന്ന് നിയമവിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് പരിശോധിക്കും. വസ്തുതകൾ ബോധ്യപ്പെടുന്ന നിമിഷം വെള്ളാപ്പള്ളി നടേശന്റെ അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. IS-മായി നടത്തുന്ന എണ്ണ വ്യാപാരം സംരക്ഷിക്കാനാണ് യുദ്ധവിമാനം വെടിവെച്ചിട്ട് എന്ന ആരോപണം തെളിയിക്കാൻ റഷ്യയ്ക്ക് തുർക്കിയുടെ വെല്ലുവിളി. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അത് തെളിയിക്കുന്ന രേഖകൾ നൽകണമെന്ന് തുർക്കി പ്രസിഡന്റ് പറഞ്ഞു. തുർക്കി IS-ൽ നിന്ന് എണ്ണ വാങ്ങുന്നതായി തെളിയിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് തുർക്കി പ്രസിഡന്റ് ത്വയ്യിപ് എർദോഗാൻ പറഞ്ഞു. ആരോപണം തെറ്റാണെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും രാജിവെക്കാൻ തയ്യാറാവണം. റഷ്യയും തുർക്കിയും തമ്മിലുള്ള സഹകരണം നയതന്ത്ര പങ്കാളികൾ എന്ന നിലയിലേക്ക് വളർന്നതാണെന്നും അതിനാൽ വികാരപരമായ പ്രസ്താവനകൾ നടത്തുന്നത് നല്ലതല്ലെന്നും എർദോഗാൻ കൂട്ടിച്ചേർത്തു. IS-മായി നടത്തുന്ന എണ്ണ വ്യാപാരം സംരക്ഷിക്കാനാണ് തുർക്കി തങ്ങളുടെ വിമാനം വെടിവെച്ചിട്ടതെന്ന നിഗമനത്തിലാണ് എത്താൻ കഴിയുന്നതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആരോപിച്ചിരുന്നു. പാരീസിൽ UN കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പുടിന്റെ ആരോപണം. IS-ന്റെയും മറ്റു തീവ്രവാദ സംഘടനകളുടെയും നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ എണ്ണ തുർക്കിയിലേക്ക് കടത്തുന്നതായി തങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു. വിമാനം വെടിവെച്ചിട്ട സംഭവത്തിൽ ക്ഷമാപണം നടത്താൻ തുർക്കി പ്രധാനമന്ത്രി ദാവൂദ് ഒഗ്ലു തയ്യാറാകാത്തതിന് പിന്നാലെയാണ് റഷ്യ ആരോപണവുമായി രംഗത്ത് വന്നത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെന്നാരോപിച്ച് നവംബർ 24-നാണ് തുർക്കി റഷ്യൻ വിമാനം വെടിവെച്ചിട്ടത്. വിമാനത്തിലെ 2 പൈലറ്റുമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്. പുതിയ സവിശേഷതകളോടെ മൈക്രോസോഫ്റ്റിന്റെ പുതിയ ലൂമിയ ഫോണുകൾ ഇന്ത്യൻ വിപണിയിലെത്തി. ലൂമിയ 950, ലൂമിയ 950 XL ഫോണുകൾ മൈക്രോസോഫ്റ്റ് വിപണിയിലെത്തിച്ചു. വിൻഡോസ് 10 OS-ൽ പ്രവർത്തിക്കുന്ന ഫോണുകളാണ് ലൂമിയ 950-യും ലൂമിയ 950 XL-ഉം. കൂടുതൽ കരുത്തുറ്റ പ്രോസസ്സറിലാണ് ലൂമിയ 950 വിപണിയിലെത്തുന്നത്. ലൂമിയ 950-ക്ക് 5.2 ഇഞ്ച് ഡിസ്പ്ലേയും അല്പം കൂടി വലിയ ലൂമിയ 950 XL-ന് 5.7 ഇഞ്ച് ഡിസ്പ്ലേയുമുണ്ട്. ആപ്പിളിന്റെയും സാംസങ്ങിന്റെയും ഗൂഗിളിന്റെയും ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളോട് കിടപിടിക്കുന്നതാണ് പുതിയ ലൂമിയ ഫോണുകൾ. വിപണിയിൽ ലൂമിയയുടെ പ്രധാന മത്സരവും iPhone 6s, Galaxy Note 5, Nex 5X എന്നീ ഫോണുകളോടാണ്. പുതിയ കരുത്ത് വർദ്ധിച്ച പ്രോസസ്സറാണ് 950യുടെ പ്രത്യേകത. ഹെക്സാകോർ പ്രോസസ്സറാണ് ലൂമിയ 950-ൽ കരുത്തു പകരുന്നത്. 950 XL-ന് ഒക്ടാകോർ പ്രോസസ്സറും കരുത്തു പകരുന്നു. സ്ക്രീനുകളുടെ വലിപ്പം വ്യത്യാസമുണ്ടെങ്കിലും രണ്ട് ഫോണുകളിലും QHD ഡിസ്പ്ലേയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഒരു HD പാനലിനേക്കാൾ 4 ഇരട്ടി വരെ പിക്സലിൽ ക്യാപ്ചർ ചെയ്യും. 20 മെഗാ പിക്സലാണ് 950 XL ഫോണുകളിലെ പിൻ ക്യാമറയുടെ റെസൊല്യൂഷൻ. 3GB റാമുള്ള ഫോണുകളിൽ 32GB ഇന്റേണൽ സ്റ്റോറേജ്. SD കാർഡ് വഴി മെമ്മറി വർദ്ധിപ്പിക്കുകയുമാകാം. 2 TB വരെ മെമ്മറി വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഹെക്സാകോർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 808 പ്രോസസ്സറാണ് ലൂമിയ 950-ൽ പ്രവർത്തിക്കുന്നത്. 950 XL-ൽ 64-ബിറ്റ് ഒക്ടാകോർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8110 പ്രോസസ്സറും കരുത്തു പകരുന്നു. ഫോണുകൾക്ക് ഇന്ത്യൻ വിപണിയിൽ 43,699 രൂപയാണ് വില. 950 XL-ന് 49,399 രൂപയും. ഫോണുകളുടെ പ്രീ ഓർഡർ ബുക്കിംഗ് ഓൺലൈൻ സൈറ്റായ ആമസോണിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ 11 മുതലാണ് ഫോണുകളുടെ വിൽപ്പന ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.
സംസ്ഥാനത്ത് 27,604 പേർക്ക് HIV അണുബാധയുണ്ടെന്ന് കണ്ടെത്തി. ദേശീയ എയ്ഡ്സ് നിയന്ത്രണ ഓർഗനൈസേഷൻ പുറത്തുവിട്ട കണക്കിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. HIV ബാധിതരിൽ കൂടുതലും സ്ത്രീകളാണെന്നാണ് ദേശീയ എയ്ഡ്സ് നിയന്ത്രണ ഓർഗനൈസേഷൻ പുറത്തുവിട്ട കണക്കിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിലുള്ള ART ചികിത്സാ കേന്ദ്രമായ ഉഷസിൽ 10,206 പേർ ഇതിനകം ചികിത്സ തേടിയെത്തിയിട്ടുണ്ട്. 2014 HIV ബാധിച്ചവരിൽ 4,256 പേർ മരിച്ചു. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ HIV ബാധിതരുള്ളത്. 5,357 പേർ. കൊല്ലത്ത് 1,019, പത്തനംതിട്ട 638, ആലപ്പുഴ 1,208, കോട്ടയം 2,348, ഇടുക്കി 405, എറണാകുളം 1,803, തൃശൂർ 4,602, പാലക്കാട് 2,385, മലപ്പുറം 546, കോഴിക്കോട് 4,180, വയനാട് 247, കണ്ണൂർ 1,557, കാസർഗോഡ് ജില്ലയിൽ 1,309 പേരും HIV ബാധിതരാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ലോകത്ത് 3.96 കോടിയാണ് HIV ബാധിതർ. 2014 21 ലക്ഷം പേർക്കാണ് HIV ബാധിച്ചത്. ഇവരിൽ 2.4 ലക്ഷം കുട്ടികളാണ്. ലോകത്ത് 1.5 കോടി പേർ ഇതിനുള്ള ചികിത്സ നടത്തി വരികയാണ്. ഇന്ത്യയിൽ 20.88 ലക്ഷം പേർക്ക് അണുബാധയുണ്ട്. ഇതിൽ 83% 15-നും 49-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 39% പേർ സ്ത്രീകളും 7% കുട്ടികളുമാണ്. ന്യൂസ് ഡെസ്ക്. നാട്ടിൻപുറങ്ങളിൽ ഒരു കാലത്ത് സുലഭമായിരുന്ന കാട്ടുകോവൽ അടുക്കളത്തോട്ടങ്ങളിൽ തിരിച്ചുവരുന്നു. മലയോരത്തെ വീടുകളിൽ പച്ചക്കറി കൃഷിയിലെ പ്രധാന ഇനമാണ് ഇപ്പോൾ കാട്ടുകോവൽ. കീടബാധ തീരെയില്ല എന്നതാണ് ഈ കൃഷിയോട് താല്പര്യമുണ്ടാവാൻ പ്രധാന കാരണം. പണ്ട് കാലത്ത് നിരവധി രോഗങ്ങൾക്ക് ഒറ്റമൂലിയായി ഉപയോഗിച്ചിരുന്ന അപൂർവ ഇനം ഔഷധ സസ്യമായ കാട്ടുകോവലാണ് അടുക്കളത്തോട്ടങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. കാരക്കായി എന്നും ഇതിനെ പറയാറുണ്ട്. അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന ഈ സസ്യം പണ്ട് വീട്ടുപറമ്പുകളിൽ സുലഭമായിരുന്നു. വള്ളി പോലെ നിലത്ത് പടർന്ന് പന്തലിക്കുന്ന ഈ സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഔഷധമായി ഉപയോഗിക്കാം. ഇതിന്റെ കിഴങ്ങാണ് അത്യുത്തമം. നാടൻ കുത്തിരിക്കഞ്ഞിയിൽ ഈ കിഴങ്ങ് ജീരകം ചേർത്ത് കഴിച്ചാൽ പലവിധമുള്ള ഉദരരോഗങ്ങൾ ഇല്ലാതാകുമെന്ന് ആയുർവേദ വിദഗ്ധർ പറയുന്നു. ഔഷധ ഗുണം ഏറെയാണെന്നും പഴയ ആളുകൾ പറയുന്നു. കാട്ടുപടവലം, വാതയ്ക്ക, കാട്ടുകോവൽ എന്നിവയും ചിലർ കൃഷി ചെയ്യാറുണ്ട്. കീടബാധ തീരെയില്ല എന്നതാണ് ഈ കൃഷിയോട് താല്പര്യമുണ്ടാവാൻ പ്രധാന കാരണം. ന്യൂസ് ഡെസ്ക്.